വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയ്ക്കും. ഒരുപാട് സുഹൃത്തുക്കൾ കടം മേടിച്ചിട്ടും ആധാരം പണയം വെച്ചിട്ടും മറ്റുള്ളതായി വണ്ടി വാഹനങ്ങളൊക്കെ ഓരോരുത്തരുടെ പേരിൽ എഴുതി കൊടുത്തിട്ടും ആ കിട്ടിയ കാശ് കൊണ്ട് വിദേശങ്ങളിലേക്ക് ജോലിക്ക് പോയിട്ട് പലരും ജോലി കിട്ടാതെ വളരെ വിഷമത്തോടു കൂടി നിൽക്കുന്ന ആളുകളുണ്ട്. പലർക്കും ജോലി കിട്ടിയിട്ടുണ്ടെങ്കിലും വിസ ഇല്ലാതെ അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങളെ കൊണ്ട് പുറത്ത് കിടക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ജോലി കിട്ടി ആ ജോലി സന്തോഷത്തോടുകൂടി ചെയ്യാനോ കഴിഞ്ഞ് തിരിച്ചു വരാനോ കഴിയില്ല. അല്ലെങ്കിൽ പാസ്പോർട്ട് പിടിച്ചു വെച്ചു, വിസയില്ല, കാലാവധി കഴിഞ്ഞ് പുതുക്കാൻ പറ്റുന്നില്ല. സാമ്പത്തികങ്ങളുണ്ടായിരുന്നു, ആ സാമ്പത്തികം ഇതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങൾ ഒരുവിധം തെറ്റില്ലാതൊക്കെ പോയിരുന്നതാണ്. അത് കുറച്ചിടായിട്ട് വീണ്ടും വളരെ വഷളായി. പൈസ അയക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ ചിലവിനൊക്കെ കാര്യങ്ങൾ മോശമായി. അതേപോലെ തന്നെ വീട്ടിൽ ഓരോ രോഗങ്ങളും ക്ലേശങ്ങളും ഒക്കെ. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളോട് വിഷമം പറയുമ്പോൾ കേൾക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ ജോലിക്ക് പോയിട്ടും ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ, അത് എൻ്റെ ഭാഷയിൽ പറയുമ്പോൾ അല്ലെങ്കിൽ ജ്യോത്സ്യ സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ അത് ചില സമയദോഷങ്ങൾ, ഇപ്പോൾ കണ്ടകശനിയോ ഏടരശനിയൊക്കെ പോലുള്ള സമയങ്ങളിൽ ഇത്തരം ദുരിതങ്ങൾ കാണാൻ സാധ്യത ഉണ്ട്. അതിൽ 10ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലം കണ്ടകശനിയാണ്. 10ാം ഭാവം എന്ന് പറഞ്ഞാൽ തൊഴിലാണ്, ജോലി. അപ്പോൾ ഇതിനെ സംബന്ധിക്കുന്നതായ കാര്യങ്ങൾക്ക് അതിലൊക്കെ വിഘ്നങ്ങൾ ഉണ്ടാകുന്ന പറയാം. അപ്പോൾ ഒരു 10 ആളെ വെച്ച് പണിയുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാളുടെ കീഴിൽ തെറ്റില്ലാതെ പണിയുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ആ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ മറ്റുള്ളവരുടെ ഉടയവരെയും ഒന്ന് കാണാനോ കേൾക്കാനോ അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ പറയാനോ ചിലപ്പോൾ പറ്റാത്ത ആളുകളുണ്ടായിരിക്കും. കാരണം ഫോൺ ചിലപ്പോൾ വാങ്ങിച്ചു വെച്ചിരിക്കും, അല്ലെങ്കിൽ പാസ്പോർട്ട് മേടിച്ച് വെച്ചിരിക്കും, അല്ലെങ്കിൽ അവർക്ക് പുറത്തിറങ്ങാനുള്ള വത്താക്ക പോലുള്ളതായ സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ അതൊക്കെ കയറി വരാൻ 100% സാധ്യതയുള്ളത് ഈ ഏഴരശനിയോ കണ്ടകശനി പോലുള്ള സമയങ്ങളിൽ. അതുപോലെ അപ്പം ഞാൻ പറഞ്ഞു ഈശ്വരാധീനം ഉണ്ടാവില്ല. പിന്നെ ഈ ശനിദശ, അതേപോലെ ദശകളുടെ മാറ്റങ്ങളെ കൊണ്ടൊക്കെ അതൊക്കെ മിക്കവാറും അങ്ങനെ വരാറുണ്ട്. എല്ലാതും അതുപോലെ ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. പിന്നെ ചില കേസ് വഴക്കുകളെ കൊണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ നന്നാവണം മറ്റാൾക്ക് കണ്ടുകൂടാ. അപ്പം അദ്ദേഹം എന്തെങ്കിലും ജോലിക്കൊക്കെ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നീയാണ് ഇപ്പോൾ ഇത്ര വലിയതായിട്ട് ഇവിടെ നടക്കുന്നത്, നിങ്ങളെന്നെ ഇവിടെ അങ്ങ് ഒതുക്കി തരണ്ടേ. അപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവും, പൈസയുടെയോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതിരത്തിൻ്റെ സംബന്ധമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ അവൻ്റെ എതിരാളി അല്ലെങ്കിൽ എതിർ വീട്ടുകാർ അവനെ ശരിക്കും നശിപ്പിക്കാനോ നോക്കുക. അവൻ നമ്മളോട് എതിർത്ത് പറഞ്ഞു, അവൻ വലിയ ആളായെന്ന വലിയ തലക്കനാണ് അവനെ നമ്മളങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അങ്ങനെ 100 കുറ്റം ആ സമയം കൊണ്ട് അയാൾക്ക് എതിരുള്ള ആളുകളൊക്കെ ആയിട്ട് അവരൊക്കെ ഒന്നും അങ്ങനെ ചർച്ചയിലേക്ക് വരും. ആ ചർച്ചയിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും അപ്പോൾ മറ്റൊരാളും ഇയാൾക്ക് എതിരുള്ള ആൾ പറയും, സ്നേഹത്തിലൊന്നും പറയില്ല, ഒക്കെ വിരോധമുള്ള കാര്യങ്ങൾ പറയാം. വിരോധിക്കുന്നത് കേൾക്കുമ്പോൾ വളരെ അധികം സന്തോഷമായി. അപ്പം അങ്ങനെ ഏതൊരു തരത്തിൽ നോക്കിയാലും ഇദ്ദേഹം നന്നാക്കാനായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി അവർ ശ്രമിക്കില്ല, നശിച്ചു പോകാനായിട്ട്. അല്ലെങ്കിൽ പ്രാർത്ഥനകളോ പ്രവർത്തികളോ, അപ്പോൾ ഒരുപാട് പ്രാർത്ഥനകളും പ്രവർത്തിക്കാരും ഒക്കെ ഉള്ളതുണ്ട്. സ്വന്തമായിട്ട് ആചരിക്കുന്നവരുണ്ട്. ഇപ്പോൾ ചാത്തൻ, ഹിന്ദുക്കളാണെങ്കിൽ ചാത്തനുണ്ട്, കരിമുട്ടിയുണ്ട്, കാളിയുണ്ട്. ക്രിസ്ത്യൻ സമുദായങ്ങളാണെങ്കിൽ അവർ പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ ചേക്കുട്ടിപ്പാവുണ്ട്, ജിന്നുണ്ട്. അങ്ങനെ മുസ്ലിം സഹോദരങ്ങളായാലും ക്രിസ്ത്യൻസിലായാലും ശരി എല്ലാവരും ചെയ്യണമെന്നല്ല കേട്ടോ പറയണത്. അപ്പം അങ്ങനെ പലരുടെയും പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ബാധാദോഷങ്ങൾ കാണാം. ആ ബാധാദോഷങ്ങളുടെ ഫലമായിട്ടുള്ള ദുരിതങ്ങൾ വരുമ്പോൾ അവർക്ക് എടുത്തതുമില്ല, അല്ലെങ്കിൽ കടിച്ചതുമില്ല, പിടിച്ചതുമില്ല എന്ന് പറയുന്ന പോലെ അവരുടെ തൊഴിൽ സ്ഥലം അവർ കന്യമായിട്ട് പോകും, ജോലിയും പോകും. ജോലിക്ക് ചെന്നാലും നിൽക്കാൻ പറ്റില്ല, കാലുമൊക്കെ നല്ല വേദന ഉണ്ടാവുക, കാരണമില്ലാതെ ഓരോരുത്തരായിട്ട് തട്ടിക്കയറുക, വഴക്കായിട്ട് പോവുക, പിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ പൈസേനെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോരണം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് പോകണം, ഇവിടെ നിൽക്കണ്ട, അങ്ങനെയുള്ള തോന്നലുകൾ ഉണ്ടാകുക. ഒരു ജോലി ചെയ്യുന്ന, ഞാൻ പറഞ്ഞൊരു ബേക്കറി ആവട്ടെ, അല്ലെങ്കിൽ മറ്റു ഹോട്ടലോ ചായക്കടയോ ഏതോ കടയോട്ടെ, അപ്പോൾ ആ കട തെറ്റില്ലാതെ ഉയർന്നു വരുന്നതായൊരു സന്ദർഭത്തിൽ അതേ കച്ചവടം ചെയ്യുന്ന ആൾ തൊട്ടടുത്തുണ്ടെങ്കിൽ, അവൻ്റെ അടുത്തില്ലാത്ത കച്ചവടം ഈ കടയിലുണ്ടെങ്കിൽ ഈ കടനെ ശരിക്കും പൂട്ടാനായിട്ട് അവർ ശ്രമിക്കും. അത് തറക്കൂല. അപ്പം അതിൽ അദ്ദേഹത്തിൻ്റെ
അറിയാവുന്ന ആളുകളെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ക്ഷേത്രത്തിലേക്ക് ഇന്ന സ്ഥലത്തേക്ക് ഇന്ന മാതിരി ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കച്ചവടം എനിക്ക് പൂട്ടിത്തരണം, അങ്ങനൊക്കെ പറയുമ്പോൾ അത് ചില ആളുകൾ പറഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ അത് പൂട്ടുക ചെയ്യാം. അത് ചിലവർ പറഞ്ഞാൽ കരിഞ്ഞു പോണ ഒരു ചെടിയാണെങ്കിൽ ആ സമയം കരിഞ്ഞ പോവും. അതേപോലെ തന്നെ വാക്കാല പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. അത് കർമ്മികളുണ്ട്, അല്ലാത്തവരും ഉണ്ട്. ചിലവർ പറയും ഇങ്ങനെ അവൻ്റെ കരിങ്കണ്ണ് ഇട്ടാപ്പിളാണ്, അല്ലെങ്കിൽ കരിനാക്കാണ്, അല്ലെങ്കിൽ കരിങ്കണ്ണ് വന്നവിടെ വിട്ടാ സാധനമൊക്കെ നശിച്ചു പോയി എന്ന് പറയുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ ചില പ്രവർത്തിക്കാരും അങ്ങനെയാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ ഫലിക്കും. അപ്പം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ആവും നമ്മൾ കടം മേടിച്ചും ധനം മേടിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്ന ആൾക്ക് വിചാരിച്ച പോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കടക്കാർ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ബഹളം ഉണ്ടാക്കുക, 2-4 തവണ അടവ് കഴിഞ്ഞു, അടച്ചിട്ടില്ല, ഇവിടെ ശമ്പളം കിട്ടിയിട്ടില്ല, മോൻ്റെ ശമ്പളം അല്ലെങ്കിൽ മോളുടെ ശമ്പളം വിചാരിച്ചിട്ടാണ് വീട്ടുകാർ ഈ ഉറപ്പിൽ തന്നെ ഇരിക്കുന്നത്. ശമ്പളം വന്നിട്ടില്ല, അവിടെ വെച്ച് കടക്കാർ വന്നിട്ട് ഇങ്ങനെ ബഹളം കൂട്ടുന്നു, കേബിൾ ബില്ല് അടച്ചിട്ടില്ല, കറണ്ട് ബില്ല് അടച്ചിട്ടില്ല, വെള്ളത്തിൻ്റെ അടച്ചിട്ടില്ല, പേപ്പറിൻ്റെ അടച്ചിട്ടില്ല, അങ്ങനെ 100 കൂട്ടം ബില്ലുകൾ വന്ന് കിടക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതായ അതികഠിനമായിട്ടുള്ള വിഷമത്തോടു കൂടി വീട്ടുകാരിയ്ക്കുക. അപ്പോൾ അവരുടെ വക അവരും പ്രാർത്ഥിക്കും, മോൻ്റെ പൈസ വന്നു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്തേക്ക് ഇന്ന മരുന്ന് ചെയ്തുകൊണ്ട്, അപ്പോൾ ഇതും വരില്ല, അത് കൊടുക്കാനും പറ്റില്ല, കടാവും ചെയ്യും. അങ്ങനെ വളരെയധികം വിഷമങ്ങളായിട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ സമയത്തിൻ്റെ ദോഷം അനുസരിച്ച് ഒരാൾ എന്തെങ്കിലും ആധാരമോ പട്ടയോ ഒക്കെ പണയം വെച്ച് അല്ലെങ്കിൽ വീടോ പണയം വെച്ച് മറുനാട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം ഇപ്പം എങ്ങനെയാണ്, അനുകൂലമാണോ പ്രതികൂലമാണോ, ഇപ്പം നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് വിജയിക്കാൻ പറ്റുന്ന സമയമാണോ എന്നൊക്കെ നോക്കി അറിഞ്ഞതിന് ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യാം. കാരണം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പന്തടിച്ച മാതിരി അവിടെ എത്തുമ്പോഴേക്കും അതേപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു പോരേണ്ട അവസ്ഥയുണ്ടാകും. ഏതെങ്കിലും കാരണവശാൽ അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ചില ബന്ധനത്തിൽ പെടേണ്ട സമയമൊക്കെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും കാരണങ്ങളുണ്ടാകും, പോലീസിൻ്റെ കയ്യിൽപ്പെട്ട് അദ്ദേഹം ബന്ധനത്തിൽ ഉള്ളിൽ പെടേണ്ട സമയമുണ്ട്. അപ്പം അത് സമയത്തിന് പറഞ്ഞിരിക്കുന്ന, അതായത് അനുഭവിക്കേണ്ടതായ വിധിയോഗങ്ങൾ അതിന് അനുഭവിക്കാതിരിക്കാൻ യാതൊരു വഴിയില്ല, അനുഭവിച്ചതിനെ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം സന്ദർഭത്തിൽ അതിന് വളരെയധികം ശ്രദ്ധിക്കുക. ഏഴരശനിയോ കണ്ടകശനിയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതികഠിനമായിട്ടുള്ള ദുരിതങ്ങളും അപ്രകാരം തന്നെ വീട്ടിലും സമാധാനക്കേടും സന്തോഷമില്ലായ്മയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കൊണ്ടുള്ള പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും അങ്ങനെ നിരവധി ഉണ്ടാകും. അപ്പോൾ ഈ പോയിട്ടുള്ള ആൾക്ക് മാത്രമല്ല സമയദോഷം, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടാവാം, അച്ഛനുണ്ടാവാം, അമ്മയുണ്ടാവും, മക്കളുണ്ടാവാം. ഇവർക്കൊക്കെ ഇതേപോലെ തന്നെ ഒരു വീട്ടിൽ ചിലപ്പോൾ 2-3 ആൾക്ക് ഏഴരശനി ഉണ്ടാവും, അല്ലെ കണ്ടകശനി ഉണ്ടാവും. ഒരു വീട്ടിലെ ഒരാൾക്ക് ആർക്കെങ്കിലും ഒരു 4-5 മക്കളുണ്ട്, അതിൽ കൂടെ അംഗസംഖ്യയുണ്ട്, ഒരു 6-7 ആളോ, ഏതെങ്കിലും ഒരാൾക്ക് ഏഴരശനിയോ കണ്ടകശനിയോ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ സമയങ്ങളെ കൊണ്ട് അനുഭവിക്കേണ്ട ഒരുപാട് ദുരിതങ്ങൾ ആ വീടും വീട്ടുകാരും എല്ലാം അനുഭവിക്കണം. അപ്പോൾ 2-3-4 പേർക്കും ഏഴരശനിയോ കണ്ടകശനി ആണെങ്കിലോ അതിൻ്റെ കഠിനം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലായിരിക്കും. അപ്പോൾ ഇത്തരം ദുരിതങ്ങളൊക്കെ വരുമ്പോൾ നന്നായിട്ട് ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ചിലവരിപ്പോൾ അധികം ആളുകളൊന്നും പ്രാർത്ഥനയ്ക്കൊന്നും പ്രാമുഖ്യം കൊടുക്കുന്നില്ല. കാരണം ഒരു 4 ആളുണ്ട് വെച്ചെങ്കിൽ, ഒരു വീട്ടിൽ 4 ആളുണ്ട് വെച്ചെങ്കിൽ, അച്ഛനും അമ്മയും 2 മക്കളുണ്ട് വെച്ചെങ്കിൽ, ഈ അച്ഛനും അമ്മയും മക്കളും കൂട്ടിമുട്ടാറില്ല ഒരിക്കലും. കാരണം എല്ലാവർക്കും ഓരോ മൊബൈലുണ്ടാവും. ആ മൊബൈലിൽ കാര്യത്തിനായാലും തമാശക്കായാലും പഠിക്കാനായാലും അല്ലെങ്കിൽ 4 സ്ഥലത്തൊക്കെ എടുക്കുക. ഭക്ഷണം വരെ ആരെങ്കിലും വന്ന് കഴിച്ചു പോയി, പ്ലേറ്റ് കമത്തി വെച്ചു, അല്ലെങ്കിൽ കൈ കഴുകാൻ പോയി, അങ്ങനെയൊക്കെ. അപ്പം മിക്കവാറും ഓരോ കുടുംബത്തിലും കഴിയുന്നതാണ്. അപ്പോൾ ഒരു ചേർച്ചയില്ല, സന്തോഷമില്ല, സമാധാനം ഉണ്ടാവില്ല. മുൻകാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒരുവിധം കുടുംബങ്ങളിലൊക്കെ സന്ധ്യയായി കഴിഞ്ഞ് രാമനാമം ചെല്ലുക, അല്ലെങ്കിൽ അമ്മേ നാരായണ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് അമ്പലത്തിൻ്റെ ആ പരിസരത്തൊക്കെ ഉള്ളവർ. ഇതിനിപ്പോൾ ജാതി മതമോ രാഷ്ട്രീയമൊന്നുമില്ല. ഇപ്പോൾ ഒരു മറ്റു മതക്കാരാണെങ്കിൽ അവരുടേതായ സന്ധ്യനാമങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ഇതൊക്കെ ചെയ്തിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ കുറേ കാലങ്ങൾ ഇപ്പോൾ അടുത്തായിട്ട് 1-2 കൊല്ലം അല്ലെങ്കിൽ 2-3 കൊല്ലത്തിൻ്റെ അപ്പുറം വെച്ച് അങ്ങനെ ആർക്കും പ്രാർത്ഥിക്കാനായിട്ട് നേരില്ല. പ്രത്യേകിച്ച് ഈ ഇത് വന്ന കാരണം തന്നെ വീട്ടിൽ തന്നെ ഏതെങ്കിലും കള്ളന്മാർ വന്നിട്ട് മോഷ്ടിച്ച് കൊണ്ടുപോയാലും അറിയില്ല. സീരിയലിൻ്റെ ആളുകൾ അങ്ങനെ, TV മൊബൈലിൽ നോക്കിയിരിക്കുന്ന ആളുകൾ അങ്ങനെ. അതൊരു സന്ധ്യാസമയത്ത് ഈ മൊബൈലും TV ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു അരമണിക്കൂർ നേരം അവർ വിശ്വസിക്കുന്ന ആ ദൈവത്തിനെ ഒന്ന് നന്നായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാനസികമായിട്ട് കുറേ
സമാധാനം ഉണ്ടായിരിക്കും. അവരുടെ കുടുംബത്തിലെ കഷ്ടങ്ങൾക്ക് അതിനെ മറികടക്കാനായിട്ട് എന്തെങ്കിലും വഴികളും ഈശ്വരനായിട്ട് തന്നെ കാണിച്ചു തരും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ സമയത്ത് തന്നെയായിരിക്കും അവരുടെയൊക്കെ ധർമ്മദൈവങ്ങൾ വളരെയധികം അതികഠിനമായിട്ടുള്ളതായ ദോഷങ്ങളിൽ പെട്ടിട്ട് അല്ലെങ്കിൽ ദുരിതങ്ങളായിട്ട് കർമ്മങ്ങളും ഇല്ല, വെളുപ്പില്ല, ഞാൻ പറഞ്ഞില്ല, വിശ്വാസമില്ലാത്തൊരു അവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ പൂർവികര് അച്ചാച്ചന്മാരൊക്കെ ആയിട്ടെന്ന് പറഞ്ഞാൽ കർമ്മങ്ങളൊക്കെ ചെയ്ത് ആചരിച്ചിരുന്നതായ ദൈവങ്ങളെന്നെ ഇപ്പോൾ ആർക്കും ആചരിക്കാനായിട്ടുള്ളൊരു നേരമില്ല, ഒഴിവുമില്ല, മനസ്സുമില്ല. അപ്പം അത് വല്ലാതെ ദുരിതങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ. ഈ സമയദോഷങ്ങൾ കാലദോഷങ്ങളൊക്കെ വരുമ്പോൾ ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹങ്ങളില്ലെങ്കിൽ അവരുടേതായ ദുരിതങ്ങളും അതും കൂടിയാ വരിക. അപ്പോൾ വീട്ടിൽ മൊത്തം ഒരു ഇല്ലം ചുടുക എന്ന് പറഞ്ഞ പോലെ തന്നെ മൊത്തം തീയിട്ട് നശിപ്പിച്ച പോലൊരു അവസ്ഥ ഉണ്ടാകുക. അപ്പം ഇത്തരം സമയങ്ങളിൽ ഏകദശിനോ കണ്ടകശിനൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നമ്മൾ മറ്റു വല്ല ക്ഷേത്രങ്ങൾക്ക് തേടി പോകേണ്ട ആവശ്യമില്ല. അവനാൻ്റെ സ്വന്തം കുടുംബ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ വിളക്ക് വെച്ചിട്ട് ആചരിക്കുക, പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യുക, നിവേദ്യാദികൾ സമർപ്പിക്കുക. അതേപോലെ തന്നെ സന്ധ്യയ്ക്ക് നാമം ജപിക്കുക. ഒരു അരമണിക്കൂർ എല്ലാവരും ചേർന്നിട്ട് നാമം ജപിക്കുക. ഈശ്വരൻ്റെ അനുഗ്രഹം, ഈശ്വരൻ്റെതായ സാന്നിധ്യം ആ വീട്ടിലുണ്ടാകട്ടെ. അതേപോലെ തന്നെ ആ ക്ഷേത്രത്തിലും നിറഞ്ഞു നിൽക്കട്ടെ. വീട്ടിലൊന്നും ഈശ്വരാംശമില്ല, കാരണം ആർക്കും വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ അപ്പം ഇങ്ങനെ ആവുക. പിന്നെ ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കുക. അപ്പം ഈ രണ്ട് കാര്യങ്ങളുണ്ടായി തന്നെ വളരെയധികം മാറ്റങ്ങളുണ്ടാകും. ഒപ്പം ഏതെങ്കിലും തരത്തിലുള്ളതായ ശത്രുദോഷങ്ങളോ ദുരിതങ്ങളോ സ്ഥലപരമായിട്ടോ കുടുംബപരമായിട്ടോ മറ്റുള്ളതായ ഏതെങ്കിലും ദോഷങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ കണ്ടറിഞ്ഞ് അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക. ശത്രുദോഷങ്ങളുണ്ടെങ്കിൽ ശത്രുദോഷങ്ങൾ തീർക്കുക, പ്രേതദോഷങ്ങളുണ്ടെങ്കിൽ ആ പ്രേതദോഷങ്ങളെ തീർക്കുക. ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ മരണപ്പെട്ടു പോയിട്ട് ദുർമരണപ്പെട്ടു പോയിട്ട് അവരുടെ ആത്മാർക്ക് മോക്ഷം കിട്ടാതെ അങ്ങനെ വളരെയധികം മറ്റുള്ളവരേനും ഒക്കെ അല്ലെങ്കിൽ അവരുടേതായ കൂട്ടുകുടുംബാദികളെ ദുരിതപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടാക്കി കറങ്ങുന്നൊരു സമയം ആയിരിക്കും. അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് പ്രേതാദികളെ സ്ത്രീ പുരുഷ പ്രതിമകളിലേക്ക് വായിച്ച് പഞ്ചവടി, തിരുനെല്ലി, തിരുനാവായ അല്ലെങ്കിൽ ആലുവ അങ്ങനെയുള്ളതായ സ്ഥലങ്ങളിൽ പോയിട്ട് കർമ്മങ്ങൾ ചെയ്ത് തിലഹോമം, ക്ഷേത്രത്തിൻ്റെ സായുജ്യത്യാദികൾ ചെയ്ത് പ്രേതാത്മാക്കൾക്ക് മോക്ഷം കൊടുത്ത് പിതൃലോകത്തേക്കോ വിഷ്ണുലോകത്തേക്കോ അതിന് സമർപ്പിക്കുക. സർപ്പദോഷങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക. കാലദോഷത്തിൻ്റെ അത് കഴിഞ്ഞ് വീട്ടമ്പലത്തിൽ കർമ്മം അറിയുന്ന ഒരാളെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ കർമ്മീനെ കൊണ്ടുവന്ന് കുറേ നാളുകളായിട്ട് കർമ്മം ചെയ്യാറില്ലെങ്കിൽ അവിടൊക്കെ ഒന്ന് ശുദ്ധിപ്പെടുത്തി ശുദ്ധികർമ്മങ്ങൾ ചെയ്ത് അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്ത് നിവേദ്യങ്ങളൊക്കെ സമർപ്പിക്കുക. ഇനി മറ്റുള്ളതായ മധ്യമകർമ്മം കവളാചാരപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ധർമ്മദൈവാദികൾക്ക് ക്ഷേത്രം അല്ലെങ്കിൽ വെച്ച് ആരാധിക്കുന്നത് ഉത്തമത്തിലാണ്, സാത്വികമായിട്ടുള്ള രീതിയിലാണെങ്കിൽ അവരെ സങ്കല്പിച്ച് കൽപ്പമിട്ട് ഭദ്രകാളിക്കോ കുരുമുത്തച്ഛനോ മറ്റ് ചാത്തന്മാർക്കോ സങ്കല്പിച്ച് അവർക്ക് മധ്യമകർമ്മം ചെയ്ത് കവളാചാരപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്ത് പ്രീതിപ്പെടുത്തുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറേയധികം ദുരിതങ്ങൾ മാറി ഭാവിയിലേക്ക് നല്ലത് വരാനുള്ളതായ അവസ്ഥയുണ്ടാക്കും. അപ്പോൾ ധർമ്മദൈവങ്ങളെ തന്നെ പ്രീതിപ്പെടുത്തിയാൽ, അതേപോലെ തന്നെ ഈശ്വരൻ്റെ നാമോച്ചാരണങ്ങൾ, പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ദൈവികമായിട്ടുള്ളതായ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് വരികയും അതുകൊണ്ട് തന്നെ കൂടുതൽ ദുരിതത്തിലേക്ക് പോകാതെ ഒരു വണ്ടി ഇടിച്ചു, ആ വണ്ടി ഇടിച്ചിട്ട് ആ ഇടിച്ച വണ്ടി വീണ്ടും നിർത്താതെ പോവുകയാണെങ്കിലോ കാരണം കൂടുതൽ അനർത്ഥങ്ങൾ ഉണ്ടാകുക. അത് ഇടിച്ച വയസ്സിൽ നിൽക്കുകയാണെങ്കിലോ കൂടുതൽ അനർത്ഥം ഉണ്ടാവില്ല. അതേപോലെ തന്നെ എന്തെങ്കിലും ആപത്ത് വന്ന് അതോടുകൂടി അവിടെ അതിൻ്റെ സ്പീഡൊന്ന് കുറച്ചവിടെ നിന്ന് വെച്ച് കുഴപ്പമില്ല. അല്ല വീണ്ടും വീണ്ടും പോവുകയാണെങ്കിൽ നമുക്കത് തടുക്കാനും പറ്റില്ല, വളരെയധികം വിഷമത്തിലാവും. അപ്പോൾ ഇത്തരം വീട്ടുകാരോ ഇത്തരം അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കാണുക, കേൾക്കുക, മനസ്സിലാക്കുക, അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ വലിയ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.